കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ധ്യാന വിഷയം എന്ന് പറയുന്നത് ശുനോയ് നോമ്പിൻ്റെ ഓർമ്മകളെക്കുറിച്ചാണ്. ശുനോയ് നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ നാം അനുസ്മരിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളുണ്ട്, ഈശോയും മാതാവും. ഓരോ മക്കളുടെയും ജനനത്തോടു കൂടിയാണ് ഓരോ അമ്മയും ഈ ലോകത്തിൽ പുനർജനിക്കപ്പെടുന്നത്. മകനില്ലാതെ അമ്മയില്ല എന്ന സത്യം നാം തിരിച്ചറിയപ്പെട്ടത് കൊണ്ടായിരിക്കണം അമ്മയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഈ മകനെയും നാം പരാമർശിക്കപ്പെടുന്നത്. സൃഷ്ടിയിലെ തന്നെ ഏറ്റവും വലിയ ബന്ധങ്ങളിലൊന്നാണ് ഈ അമ്മയിലൂടെയും മകനിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഓർമ്മകളിൽ കൂടി കടന്നു പോകുന്ന ഈ ശുനോയ് പെരുന്നാളിൽ മാതാവിൻ്റെ മരണവും സ്വർഗാരോപണവും നമ്മെ പഠിപ്പിക്കുന്ന ജീവിതവും വിശുദ്ധിയുടേത് മാത്രമാണ്. എന്നാൽ എന്താണ് ഈ വിശുദ്ധി എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടത്? പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാത്രമാണോ നമ്മുടെയൊക്കെ ജീവിത വിശുദ്ധി? അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചതുകൊണ്ടോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടോ വിശുദ്ധി നമുക്ക് കൈമുതലായി എന്ന് നമുക്ക് പറയാനാകുമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32 ഇപ്രകാരം പറയുന്നു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇവിടെ അനുസരണയുടെയും വിധേയത്വത്തിന്റെയും പൊരുൾ ഉൾക്കൊണ്ട് മാതാവ് നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ചരിത്രത്തിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ അന്നത്തെ സമൂഹത്തിൽ ഒട്ടേറെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാമായിരുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായി എങ്കിൽ ഓർക്കുക, വിശ്വാസത്തിന്റെ പാതയിൽ നാം എവിടെയാണ് നിൽക്കുന്നതെന്ന്. കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞാൽ, വിധേയത്വം നമുക്ക് ആരോടാണ്? നമുക്ക് മുന്നിൽ കാണുന്ന മനുഷ്യരോടോ അതോ കാണാമറയത്തിരിക്കുന്ന ദൈവത്തോടോ? ദൈവത്തോടും ദൈവവചനത്തോടുമാണ് നാം വിധേയപ്പെടേണ്ടത്. ഇതിനർത്ഥം ദൈവത്തോടും ദൈവവചനത്തോടും എതിരായ സാഹചര്യങ്ങളെ അവഗണിക്കാതെ അതിനെതിരെ പ്രവർത്തിക്കാൻ നാം സന്നദ്ധമാകണമെന്നുകൂടിയുണ്ട്. ഇനി ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മതങ്ങൾ മനുഷ്യന്റെ നന്മയെ ഉദ്ദേശിച്ച് മാത്രം മനുഷ്യനുണ്ടാക്കിയ ചില ചിന്തകൾ മാത്രമാണ്, അല്ലേ? എന്നാൽ ക്രിസ്തു ഒരു മതമാണോ? ക്രിസ്തു ഒരു മതമല്ല, മറിച്ച് മാനവരാശിയുടെ ജീവൻ തന്നെയാണ് ക്രിസ്തു എന്ന് നാം പലപ്പോഴും, ക്രിസ്ത്യാനികളായ നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. മതത്തിന്റെ ഭ്രാന്തമായ അഭിനിവേശം നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും ഒക്കെ കടന്നുകൂടുന്നത് നമുക്ക് തന്നെ അറിയാം. വിപ്ലവങ്ങളൊക്കെ ആകാം, പക്ഷെ എങ്ങനെയെന്നല്ലേ? സ്നേഹത്തിന്റെ ഭാഷയിൽ നാം സംസാരിക്കാൻ പഠിക്കണം. വിട്ടുകൊടുക്കലിന്റെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ, ക്ഷമയുടെ, കരുതലിന്റെ ഒക്കെ പര്യായമായി നമ്മുടെ ജീവിതങ്ങളെ നാം മാറ്റിമറിക്കുമ്പോഴാണ് വിപ്ലവങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ ഒരു മാറ്റം മാത്രമാണ്, ജീവിതത്തിലെ മാറ്റങ്ങൾ മാത്രമാണ് നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഓരോ മാതാവിനും ഒരു പിതാവിനും കുഞ്ഞുങ്ങളെ നേരായ രീതിയിൽ വളർത്തുവാനും നീതിബോധമുള്ളവരാക്കി മുന്നോട്ട് നയിക്കുവാനും നാം കടപ്പെട്ടവരാണ്. കുടുംബങ്ങളിൽ നിന്നാണ് ഇതിന്റെ ബാലപാഠങ്ങൾ അവർ അഭ്യസിക്കേണ്ടത് തന്നെ. എന്നാൽ നാം ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നാം മാതൃകയാണോ? അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാറുണ്ടോ? ഒരു ചെറിയ മഴ പെയ്താൽ അല്ലെങ്കിൽ കാറ്റൊന്ന് ആഞ്ഞടിച്ചാൽ, തലേ ദിവസത്തെ സാറ്റർഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ ശനിയാഴ്ച പാർട്ടിയിൽ പങ്കെടുത്താൽ നിലച്ചു പോകുന്ന നമ്മുടെ ഞായറാഴ്ച കുർബാനകൾ കണ്ടാണോ എൻ്റെ കുട്ടികൾ വളരുന്നത്? കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ വളർത്തുവാനും ദൈവകൃപയിൽ മാതൃകാ വ്യക്തികളാക്കി സഭയ്ക്ക് സമൂഹത്തിന് വെളിച്ചമാകുവാനും ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയണം.
വിശുദ്ധിയുടെയും വിധേയത്വത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകൾ സമ്മാനിച്ച് കടന്നു പോകുന്ന ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഒരുക്കണമേ. നാളെയുടെ സുവിശേഷമായി മാറുവാൻ കർത്താവേ, നിന്റെ സ്നേഹം ഈ ലോകത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ സുവിശേഷമാക്കി മാറ്റുവാൻ മാതാവേ, അവിടുത്തോട് മധ്യസ്ഥം അപേക്ഷിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ, അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ അവിടുത്തെ കീഴിൽ ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു.